ഹായ്. അപ്പോൾ ഞാൻ എവിടെയാണ് പറഞ്ഞു നിർത്തിയത്? എൻ്റെ ഇൻ്റർവ്യൂ പാസ്സായ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. അപ്പോൾ ഇൻ്റർവ്യൂ പാസ്സായി, ഞാൻ ഇൻ്റർവ്യൂ കഴിഞ്ഞു വന്നു. 2 ഡേയ്സ് കൂടി നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പാസ്പോർട്ട് റിലീസ് ചെയ്ത് കിട്ടാനൊക്കെ 2 ഡേയ്സും കൂടി വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ അവിടെ വെയിറ്റ് ചെയ്ത് 29th എനിക്ക് ടിക്കറ്റ് ഓക്കെ ആക്കി. 28 കൊറോണ ടെസ്റ്റ് ചെയ്യണമായിരുന്നു. കൊറോണ ടെസ്റ്റ് ചെയ്തപ്പോൾ ഞാൻ കുറേ ടെൻഷൻ അടിച്ചു. അതായത് ഓൾറെഡി നാട്ടിൽ അവർ എന്നോട് ഒരു 1 വീക്കും കൂടി അവിടെ വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. എൻ്റെ കൊറോണ റിസൾട്ട് പോസിറ്റീവ് ആയതുകൊണ്ട് തന്നെ 40 ഡേയ്സ് വെയിറ്റ് ചെയ്യണം. വീണ്ടും ഒരു 7 ഡേയ്സ് ഉണ്ട്, 21 ഡേയ്സ് എങ്കിലും വെയിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞായിരുന്നു. പക്ഷേ ഞാൻ 40 ഡേയ്സിനുള്ളിൽ ഞാൻ അവിടെ നിന്ന് കയറി പോകുന്നതുകൊണ്ട് നമ്മുടെ അന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ടായിരുന്നു ഗവൺമെൻറ്റിൻ്റെ, അത് ഞാൻ ഓർക്കുന്നില്ല ആ സംഭവത്തിൽ. പക്ഷെ അത് പോസിറ്റീവായിട്ട് തന്നെ കിടന്നതുകൊണ്ട് എനിക്ക് ഇവിടെ ഇത് കാണിച്ചപ്പോൾ പോസിറ്റീവായിട്ട് കാണിച്ചു. അങ്ങനെ അന്ന് രാത്രി ഒത്തിരി ഞാൻ വല്ലാതെ ടെൻഷൻ അടിച്ച കുറച്ച് സമയങ്ങളായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. 29th റിസൾട്ട് നെഗറ്റീവായിരുന്നു. 29th ഞങ്ങൾക്ക് 2 മണിക്കായിരുന്നു അവിടെ നിന്ന് ഫ്ലൈറ്റ് വെളുപ്പിന്. അങ്ങനെ ഞാൻ 29th വെളുപ്പിന് ബോംബെയിൽ നിന്ന് പാരീസായിരുന്നു, കണക്ഷൻ ഫ്ലൈറ്റായിരുന്നു. അങ്ങനെ പാരീസിന് വന്നു. അവിടെ ഒരു 5 hour നമുക്ക് വെയിറ്റിംഗ് കഴിഞ്ഞിട്ട് അങ്ങനെ ഞാൻ മോർണിംഗിൽ ഇവിടെ എത്തി. മോർണിംഗ് അല്ലായിരുന്നു, ഈവനിങ്ങിൽ ഇവിടെ എത്തി. അങ്ങനെ ഞാൻ ഇസ്രായേലിലെത്തി. അന്ന് ഒരു 40 ഡേയ്സ് ഇവിടെ വന്നിട്ട് നമുക്ക് ക്വാറൻറ്റൈൻ ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് സെഫാത്ത് എന്ന് പറഞ്ഞൊരു സ്ഥലത്തായിരുന്നു ജോലി. അന്ന് വിസയും കാര്യങ്ങളൊക്കെ വന്നിരുന്ന ഒരു ആബ ഇമ 2 പേരും ഉള്ളതായിരുന്നു. അതായത് ഹസ്ബൻഡും വൈഫും ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അപ്പോൾ അവർ പറഞ്ഞു അവിടെ ഒരു ഹോട്ടലിൽ 40 ഡേയ്സ് ഇത് കഴിഞ്ഞതിന് ശേഷമാണ് എനിക്ക് ജോലിക്ക് ജോയിൻ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ തിബേരിയാസ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ഹോട്ടലിൽ ഞങ്ങൾ 4 പേരുണ്ടായിരുന്നു. 2-3 ദിവസം മുമ്പ് ഞങ്ങൾ 2 ഫ്രണ്ട്സും കൂടി അവിടെ വന്ന ഫ്രണ്ട്സും കൂടി അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ 2 പേരുണ്ടായിരുന്നു, വേറെ ഒരു പയ്യനും കൂടി ഉണ്ടായിരുന്നു. ഞങ്ങൾ 4 പേരും കൂടി അവിടെ ക്വാറൻറ്റൈനിലുണ്ടായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ക്വാറൻറ്റൈൻ കഴിഞ്ഞ് ഞാൻ പോകുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 29th മോർണിംഗിൽ ഇവിടെ ഈവനിങ്ങിൽ ഇവിടെ വന്നിട്ട് പിന്നെ ഞാനിവിടെ ജോലിക്ക് ജോയിൻ ചെയ്യണത് നവംബർ 14th 13th ആ ഡേറ്റിലായിരുന്നു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. അങ്ങനെ ഏജൻറ്റ് വന്നാണ് ഞങ്ങൾ അന്ന് അവിടെ നിന്ന് എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്തത്, ഈ പറഞ്ഞ സ്ഥലത്തേക്ക് കൊണ്ടുവന്നതൊക്കെ. അത് കഴിഞ്ഞ് ഞാൻ സെഫാത്തിൽ പുതിയ സ്ഥലത്ത് നവംബറിൽ ജോലി